നമ്മൾ കൊടുത്ത പണി അത് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഗ്രാമിക്ക് നോമിനേഷൻ കൊടുക്കാൻ BTS തയ്യാറല്ല എന്നറിയിച്ചതോടുകൂടി ഗ്രാമിയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് BTSന്റെ ബട്ടറും ഡൈനാമൈറ്റും എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ആർക്ക് പോയി? ഗ്രാമിക്ക് പോയി. ഗ്രാമി അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം. അതിന് താഴെ വന്ന കമന്റ്സ് എന്റെ പൊന്നെ തൊലി ഉരിഞ്ഞു പോയി. ഊക്കിയതാന്ന് പോലും മനസ്സിലാവാതെ റീപ്ലൈ കൊടുത്തേക്കുന്നു മണ്ടന്മാര്. തങ്ങളുടെ ആൽബമായ ആരിരാങ് ഉൾപ്പെടെയുള്ള സംഗീത സൃഷ്ടികൾ 2027 ഗ്രാമി പുരസ്കാരങ്ങൾക്കായി സമർപ്പിക്കേണ്ടതില്ല എന്ന BTSന്റെ നിർണായക ബഹിഷ്കരണത്തിന് പിന്നാലെയാണ് ഈ വീഡിയോ ഡിലീറ്റിംഗ് കലാപരിപാടി അരങ്ങേറിയത്. BTSന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഗ്രാമിയുടെ റെക്കോർഡിംഗ് അക്കാദമി CEO ഹാർവി മേസൺ ജൂനിയർ വിശദീകരണമായി രംഗത്തെത്തിയിരുന്നു. ഗ്രാമി പുതുതായി അവതരിപ്പിച്ച ബെസ്റ്റ് ഏഷ്യൻ പോപ്പ് മ്യൂസിക് പെർഫോമൻസ് എന്ന വിഭാഗം ഏഷ്യൻ കലാകാരന്മാരെ വംശീയമായോ ഭാഷാപരമായോ വേർതിരിക്കാനല്ലെന്നും മറിച്ച് അവരുടെ ക്രിയേറ്റീവ് ടാലന്റിനെ ആഗോളതലത്തിൽ കൂടുതൽ വ്യക്തതയോടെ അടയാളപ്പെടുത്താനും കൂടുതൽ അംഗീകാരങ്ങൾ ഉറപ്പാക്കാനുമാണെന്നാണ് ഗ്രാമിയുടെ സൈഡിൽ നിന്നുള്ള വാദം. ഗ്രാമിയുടെ ഈ ഉദാര മനസ്കത കേട്ടിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ല. മെയിൻ അവാർഡ്സ് കൈവിട്ടു പോകാതിരിക്കാൻ ഏഷ്യൻ പോപ്പ് എന്നും പറഞ്ഞ് ചെറിയൊരു പെട്ടി ഉണ്ടാക്കി BTSനെ അടച്ചിടാൻ നോക്കിയിട്ട് അതിനെ ഒരു ഉപകാരസ്മരണയായി ചിത്രീകരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വർഷങ്ങളായി ഈ ഗ്ലോബൽ ചാർട്ട്സ് മുഴുവൻ റൂൾ ചെയ്യുന്ന BTSനും ഏഷ്യൻ ആർട്ടിസ്റ്റുകൾക്കും അവരുടെ കഴിവ് തെളിയിക്കാൻ ഗ്രാമിയുടെ ഈ തൊട്ടാവാടി കാറ്റഗറിയുടെ ഔദാര്യത്തിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. മെയിൻ അവാർഡ്സ് മൊത്തവും സ്വന്തം ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ച് വ്യൂവർഷിപ്പിനും റേറ്റിംഗിനും വേണ്ടി മാത്രം BTSനെ ഉപയോഗിക്കുന്ന ഗ്രാമിയുടെ ഈ പഞ്ചാര വർത്താനം കേട്ട് ഇനിയും വിഡ്ഢിവേഷം കെട്ടാൻ BTSന് കിട്ടില്ല. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഏഷ്യൻ പോപ്പ് കാറ്റഗറിയിൽ പാട്ടുകൾ സമർപ്പിച്ചാലും ആൽബം ഓഫ് ദ ഇയർ, സോങ് ഓഫ് ദ ഇയർ തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളിൽ മത്സരിക്കാൻ തടസ്സമില്ലെന്നാണ് സാറ് പറഞ്ഞു വെക്കുന്നത്. അതെന്താ, പേപ്പറിൽ അങ്ങനെ ഒരു നിയമം എഴുതി വെച്ചാ ഗ്രാമീണ വോട്ടർമാരുടെ മനസ്സിലുള്ള റേസിസവും പക്ഷാപാതവും ഒക്കെ മാറുമോ? ഓരോ മൊടന്ത് ന്യായങ്ങളും പറഞ്ഞു സ്വന്തം സിസ്റ്റത്തിലെ തകരാറുകൾ വെള്ളപൂശാൻ നോക്കുക. BTSന്റെ പോസ്റ്റിന് പിന്നാലെ 2021-22 വർഷങ്ങളിലെ BTSന്റെ ഗ്രാമി പെർഫോമൻസ് വീഡിയോസ് യൂട്യൂബിൽ നിന്ന് വാനിഷ് ആയി പോയി. ഡിജിറ്റൽ സ്ട്രീമിംഗ് ലൈസൻസും ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സും പ്രകാരം നിശ്ചിത കാലയളവിൽ ആർട്ടിസ്റ്റുകളുടെ വീഡിയോസ് റിമൂവ് ചെയ്യേണ്ടതാണ്. എന്നാൽ BTS ഗ്രാമിയുടെ മുഖത്തടിച്ച് മറുപടി കൊടുത്ത അതേ സമയത്ത് തന്നെ ഈ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആയി പോയതിൽ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ചുരുക്കി പറഞ്ഞ BTSനെ സ്വന്തം കോളത്തിൽ ഒതുക്കി റേറ്റിംഗിന് വേണ്ടി മാത്രം കളിച്ച ഗ്രാമിയുടെ വ്യാമോഹത്തിനാണ് തിരിച്ചടി കിട്ടിയേക്കുന്നത്. ഗ്രാമിയുടെ അംഗീകാരത്തിലല്ല BTS നിലകൊള്ളുന്നത്, മറിച്ച് BTSന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഗ്രാമിക്ക് ഇത്രയും ഗ്ലോബൽ വാല്യൂ പോലും ഉണ്ടാകുന്നതെന്ന് ഹേറ്റേഴ്സും ആ പഴഞ്ചൻ അക്കാദമിയും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. നമുക്ക് മുന്നിൽ അടഞ്ഞു പോകുന്ന വാതിലുകൾക്ക് മുന്നിൽ കരഞ്ഞു നിൽക്കാനല്ല, ആ വാതിലുകൾക്കും അപ്പുറത്തേക്ക് സ്വന്തമായൊരു ലോകം കെട്ടിപ്പടുക്കാനാണ് BTS നമ്മളെ പഠിപ്പിച്ചത്. ട്രോഫികൾ കൊണ്ടല്ല, അർത്ഥവത്തായ സംഗീതവും കോടിക്കണക്കിന് വരുന്ന ആർമീസിന്റെ അളവറ്റ സ്നേഹവും കൊണ്ടാണ് BTS ഇന്നും ലോക സംഗീത സാമ്രാജ്യത്തിന്റെ രാജാക്കന്മാരായി വാഴുന്നത്. ഹേറ്റേഴ്സ് എത്ര ശ്രമിച്ചാലും ഗ്രാമി എത്ര റൂൾ ബുക്സ് ഉയർത്തി കാട്ടിയാലും ഈ സത്യത്തെ മാറ്റി എഴുതാൻ ഒരിക്കലും കഴിയില്ല. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഗ്രാമിയുടെ ഈ നാറിയ കളികളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക.